ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ഡെയിലി മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലെ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:10-11 വാക്യങ്ങളാണ്. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയാം. അപ്പോൾ തന്നെ ഇത് ഫിലിപ്പിയർക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ, ഫിലിപ്പിയിലെ ആളുകൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണം. അതായത് നന്മയോ തിന്മയോ തിരിച്ചറിയുക, അതിനേക്കാൾ ഉപരിയായി ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുന്നവർ, വിവേചന ബുദ്ധിയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ നാളിലേക്ക്, അതായത് ക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴാണ്? റാപ്ചറാണല്ലോ നാം ഉദ്ദേശിക്കുന്ന ക്രിസ്തുവിൻ്റെ വരവ്. പുതിയ നിയമസഭയുടെ, അതായത് കൃപായുഗത്തിലെ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരായിരിക്കണം, ഇടർച്ചയില്ലാത്തവരായിരിക്കണം. അതായത് വിശ്വാസത്തിൽ ചാഞ്ചല്യമുണ്ടാകരുത്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ നിർമ്മലത, പ്രവൃത്തിയിലെ നിർമ്മലത, ഇതൊക്കെയും അവരിൽ നിന്ന് പ്രത്യാശയോടെ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. ഇനി അതിൻ്റെ 2ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട്. അപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെയും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്, അല്ലാതെ നമ്മുടെ മഹത്വത്തിനല്ല. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ടായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ, നീതിയുടെ ഫലം, അതായത് നന്മയുടെ ഫലം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് പറയുമ്പോൾ, നാം നീതിമാന്മാരായി തീരുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം ആയിത്തീരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവാണ് പിന്നെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ നാം നന്മയുടെ ഉറവിടമായ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തു മുന്തിരിവള്ളി ആകുന്നു. അപ്പോൾ നമ്മൾ കൊമ്പാണെന്ന് പറയുന്നു. അതായത് ഒരു മുന്തിരി ചെടിയാണ്. കർത്താവ് സ്വയം തന്നെ ആ ഒരു മുന്തിരിവള്ളിയോട് ഉപമിക്കുകയാണ്. അപ്പോൾ ആ മുന്തിരിവള്ളിയിൽ അനേകം ശാഖകളുണ്ട്. അതിൽ ശാഖകളായിട്ടാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരും. അപ്പോൾ മുന്തിരിവള്ളിയിൽ നിന്നാണ്, അല്ലെങ്കിൽ മുന്തിരിയുടെ ആ വേരുകളിൽ നിന്നാണ് നമുക്ക് പുഷ്ടി ലഭിക്കേണ്ടത്, നന്മ ലഭിക്കേണ്ടത്. നാം വളരേണ്ടത് ക്രിസ്തുവിൽ കൂടെയാണ് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. കാരണം സ്വയമായി നമുക്ക് നന്മയൊന്നും കായ്പാൻ സാധ്യമല്ല. നല്ല ഫലങ്ങളെ നാം പുറപ്പെടുവിക്കണമെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കണം, നാം ക്രിസ്തുവിൽ വസിക്കണം. അതായത് നാം ക്രിസ്തുവിൽ വസിക്കുക എന്നതാണ് ഇവിടെ പറയുമ്പോൾ, അതായത് മുന്തിരിവള്ളിയായിട്ട് നമ്മെയും കർത്താവിനെയും ഉപമിക്കുന്നത്. നാം ശാഖകളും കർത്താവും മുന്തിരിവള്ളിയുമാകുന്നു. അപ്പം നമ്മൾ നല്ല ഫലം കായ്ക്കണമെങ്കിൽ
ഈ മുന്തിരി വള്ളിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പോഷണം നിമിത്തമാണ്. അതായത് കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്മ പുറപ്പെടുവിക്കാനായി സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെ നന്മ പുറപ്പെടുവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ നിന്നെ തന്നെ ഞങ്ങൾക്കായി യാഗമായി കഴിച്ച് ഞങ്ങൾക്ക് ജീവനും പുനരുത്ഥാനവും തരുവാനായിട്ട് നീ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിന്നിൽ വസിക്കുവാനായിട്ടാണ്. എങ്കിലും പലപ്പോഴും ഞങ്ങൾ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ട്. എങ്കിലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നീതിയിലേക്ക് വീണ്ടും നടത്തുന്ന നിൻ്റെ വലിയ കൃപയ്ക്കും സ്നേഹത്തിനുമായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. നിൻ്റെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ, നിനക്ക് ഫലം കായ്ക്കുന്നവരായി തീരുവാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ വചനം ധ്യാനിക്കുന്ന ഏവരിൽ നിന്നും നന്മയുടെ പ്രവൃത്തികൾ, നന്മയുടെ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് മുൻപാകെ അടിയങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്ന കർത്താവെ. സകല മഹത്വം അവിടത്തേക്ക്, എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായി തീരട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്.